ഫ്രണ്ട്സ്, ട്രാമ്പർ ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നതേ നമ്മൾ വന്നിരിക്കുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാട്ടോ. നല്ല നമ്മുടെ പോപ്സിക്കിൾ സ്റ്റിക്ക് ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൂം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ആ പോപ്സിക്കിൾ സ്റ്റിക്കും ഗമ്മും മാത്രം മതി. അപ്പോൾ അത് വെച്ചിട്ട് ഒരു സ്മോൾ ക്രാഫ്റ്റ് വീഡിയോ ദേ വരുന്നു. ഞാൻ ഇപ്പോൾ ഹെക്സഗൺ ഷേപ്പിലാട്ടോ ഈ ഒരു മോഡൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 6 പോപ്സിക്കിൾ സ്റ്റിക്കാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. ഓറഞ്ച് ഷെയ്ഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 എണ്ണം ആ ഹെക്സഗൺ ഷേപ്പിൽ വെച്ചിട്ട് നമ്മളത് മാറ്റി വയ്ക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം അടുത്തൊരു സ്റ്റിക്ക് വരാൻ, മൂന്നാമത്തെ സ്റ്റിക്ക് അതിൻ്റെ താഴെ വേണം. ആ ഒരു സ്റ്റൈലിൽ വേണം കേട്ടോ. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് അപ്പ് ഡൗൺ അങ്ങനെ ഉള്ള രീതിയിൽ വേണം ഈ ഒരു സ്റ്റിക്സ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ഇച്ചിരി കെയർഫുള്ളായിട്ട് വേണം കേട്ടോ ചെയ്യാൻ, ഫസ്റ്റ് ലെയർ വരുന്നത്. കാരണം ആ ഒരു ഹെക്സഗൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണം. ഇനി ആ ഒരു ലെയർ ഒന്ന് ഉണങ്ങി വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് ആ കോർണേഴ്സിൽ ഗം തേക്കാൻ. എപ്പോഴും ശ്രദ്ധിക്കുക, താഴെ ഉള്ള സ്റ്റിക്കിൻ്റെ മുകളിൽ വേണം നമ്മൾ ഗം തേച്ച് പോകാൻ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്യാപ്പിൻ്റെ ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഫസ്റ്റ് ലെയർ മാത്രം നമ്മൾ ഇച്ചിരി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഷേപ്പൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ബാക്കിയെല്ലാം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗമ്മ് വെച്ചിട്ട് ഈ സ്റ്റിക്ക് മുകളിലോട്ട് ഒട്ടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എളുപ്പത്തിൽ നമുക്കിതുപോലെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പം ഞാൻ ആക്ച്വലി ഒരു വലിയ ഷീറ്റ് പോപ്സിക്കിൾ സ്റ്റിക്ക് മേടിച്ചപ്പം റെയിൻബോ കളറായിട്ടാണ് കേട്ടോ അതിൻ്റെ ഷെയ്ഡ്സ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഷെയ്ഡിനകത്ത് ഞാൻ ഓറഞ്ചാണ് ഇപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 2 പാക്കറ്റ് ഉള്ളതിൻ്റെ ഓറഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്രെയിം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും വാളിൽ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെടികൾ, അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ്, ഷോക്കേസ് ഐറ്റംസ് ഒക്കെ നമുക്ക് വയ്ക്കാം. അപ്പം നമ്മൾ എത്ര വലിയ സാധനമാണോ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും വിട്ട് നമുക്ക് ഈ ഒരു ഫ്രെയിമിന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എത്ര ലെയർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പം ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്ത് പോയാൽ മതി. ഇതിപ്പോൾ കണ്ടു, ഞാനൊരു 6 ലെയറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഇതിപ്പോൾ മൾട്ടി കളേഴ്സ് ഇങ്ങനെ ചെയ്ത് നമ്മുടെ വോളിൽ അറേഞ്ച് ചെയ്താണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.